ഹലോ ഗൈസ്, വെൽക്കം ടു ക്വസ്റ്റ്യൻ ടൈംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മാർവൽ, DC, ഹോളിവുഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ മാർവൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ അയൺമാൻ വന്ന് ഇപ്പം തിരിച്ച് എംസിയിലോട്ട് റിട്ടേൺ ആവില്ലെന്ന് ഇപ്പം നമ്മുടെ കെവിൻ ഫൈഗി ഇപ്പോൾ ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അയൺമാൻ വന്ന് നമ്മുടെ MCUവിൽ നല്ലൊരു എൻഡിങ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എൻഡിങ് നമ്മൾ വേസ്റ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കെവിൻ ഫൈഗി പറഞ്ഞിട്ടുള്ളത്. സോ അയൺമാൻ, അതായത് നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർ അയൺമാൻ തിരിച്ച് വരില്ലെന്നാണ് കെവിൻ ഫൈഗി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്കെന്തോ അയൺമാൻ തിരിച്ച് വരുമെന്നാണ് തോന്നുന്നത്. സീക്രട്ട് വാർസിൽ നമ്മുടെ MCUവിലുള്ള അയൺമാൻ അല്ല, വേറെ ഒരു റിയാലിറ്റിയിലുള്ള ഒരു അയൺമാൻ വരുമെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ഡെഡ്പൂൾ 3യുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പടത്തിൽ നമ്മുടെ ഡോഗ് പൂൾ വരാൻ പോവുകയാണ്. സോ ഡോഗ് പൂളിൻ്റെ മറ്റൊരു ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഡെഡ്പൂളുമായിട്ട് ഡോഗ് പൂൾ ഇരിക്കുന്ന ഒരു ലുക്കാണ് വന്നിട്ടുള്ളത്. കാണാൻ കൊള്ളാം. സോ അതുമാത്രമല്ല, ഇതിൽ വേറെയും ഡെഡ്പൂളിൻ്റെ നിറയെ വേരിയൻസ് വരാൻ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലേഡി ഡെഡ്പൂളൊക്കെ വരുമെന്നാണ് പറയുന്നത്. സോ ലേഡി ഡെഡ്പൂൾ വേറെ ലെവലായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ X-23 നിങ്ങൾ ലോഗൻ പടത്തിൽ കണ്ടില്ലേ, സോ ആ ഒരു ക്യാരക്ടറും ഈ ഒരു ഡെഡ്പൂൾ 3യിൽ വരുമെന്നാണ് പറയുന്നത്. ഒരു ആൾമോസ്റ്റ് ഒരു കൺഫേം പോലെ നിങ്ങൾക്ക് വയ്ക്കാം. സോ ആരൊക്കെ ഡെഡ്പൂൾ 3ക്ക് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ വന്ന് നമ്മുടെ സിലിയൻ മർഫി വന്ന് ഡോക്ടർ ഡൂമായിട്ട് ഇപ്പോൾ അഭിനയിക്കാൻ ചാൻസസ് അധികം എന്നാണ് പറയുന്നത്. സോ സിലിയൻ മർഫി വന്ന് നിങ്ങൾ ഓപ്പൺ ഹൈമിൽ കണ്ടിട്ടുണ്ടാകും, PK ബ്ലൈൻഡേഴ്സിൽ കണ്ടിട്ടുണ്ടാകും. ഒരു കിടിലൻ ആക്ടറാണ്, ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ സൂപ്പറാണ്. അപ്പോൾ ഡോക്ടർ ഡൂമായിട്ട് ഒരു പെർഫെക്റ്റ് കാസ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്കൊക്കെ സൂപ്പറാണ്. ഡോക്ടർ ഡൂമായിട്ടൊക്കെ വന്ന പൊളിയായിരിക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും വെയിറ്റിംഗ് ആണ്. ഈ ഒരു കാങ്ങിൻ്റെ സ്റ്റോറി വന്ന് കാങ് ഡൈനാസ്റ്റിയിൽ എൻഡാവും. സീക്രട്ട് വാർസിൽ നമ്മുടെ ഡോക്ടർ ഡൂം വരും. സോ എന്തായാലും ഞാൻ വെയിറ്റിംഗ് ആണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മുടെ സിലിയൻ മർഫി വന്ന് ഡോക്ടർ ഡൂമിന് നല്ലൊരു കാസ്റ്റിംഗ് ആയിരിക്കും, നിങ്ങൾ ഒപ്പീനിയൻ കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ വന്ന് നമ്മുടെ സ്പൈഡർ നോയറുമായി ബന്ധപ്പെട്ട് ആക്ച്വലി ആമസോണിൽ ഒരു സീരീസ് വരാൻ പോണ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. സോ അപ്പം ഈ ഒരു സീരീസ് വന്ന് ഇപ്പോൾ നമ്മുടെ പണിഷർ സീരീസ് ചെയ്തില്ലേ, സോ അവരാണ് ഇതിൽ വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പൈഡർ നോയറിൻ്റെ സീരീസ് വേറെ ലെവലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ സ്പൈഡർമാൻ 4 മൂവി വന്ന് ഇപ്പം ഒന്ന് ഡേഞ്ചറിലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടോം ഹോൾഡാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അടുത്ത സ്പൈഡർമാൻ 4ൽ ഞാൻ അഭിനയിക്കണമെങ്കിൽ എൻ്റെ കഥ നന്നായിരുന്നാൽ മാത്രമേ ഞാൻ അഭിനയിക്കൂ, അല്ലാതെ പണത്തിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഇല്ല അഭിനയിക്കൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ സ്പൈഡർമാൻ 4, സാങ്ചി 2, ഡെഡ്പൂൾ 3, ഫാന്റാസ്റ്റിക് 4 ഇതെല്ലാം സീക്രട്ട് വാർസിന് ഒരു ലീഡ് വയ്ക്കാൻ പോകുന്ന ഒരു പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ സീക്രട്ട് വാർസിന് വേണ്ടി ഒരു ലീഡ് വയ്ക്കാൻ മാത്രം പോരാ, പടവും നന്നായിരിക്കുന്നു എന്നാണ് നമ്മുടെ ടോം ഹോൾഡ് ചില പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മാർവൽസ് മൂവി എടുക്കുക, അതിൽ വന്ന പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ, ബാക്കി പടം വേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതേപോലെ സ്പൈഡർമാൻ 4 ആവല്ലെന്നാണ് നമ്മുടെ ടോം ഹോൾഡ് ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും നല്ലൊരു ഡിസിഷൻ തന്നെയാണ്. സോ സ്റ്റോറി നന്നായിരുന്നാൽ മാത്രമേ സ്പൈഡർമാൻ 4 മൂവി നിറയെ പേര് ഇഷ്ടപ്പെട്ടു. കാരണം സ്പൈഡർമാൻ നിറയെ ഫാൻസ് ഉണ്ട്. സോ ജസ്റ്റ് സീക്രട്ട് വാർസിന് വേണ്ടി മാത്രം ആ പടം ചെയ്യില്ലെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ വന്ന് ഈ ഒരു നോവ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് നമ്മുടെ MCUവിൽ ഒരു സ്പെഷ്യൽ പ്രസൻറ്റേഷനാണ് വരാൻ പോകുന്ന റൂമർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് അത് സ്പെഷ്യൽ പ്രസൻറ്റേഷൻ അല്ല, നോവയ്ക്ക് ഒരു മൂവി തന്നെ വരാൻ പോകുന്നതാണ് ഇപ്പോൾ പറയുന്നത്. വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി ഒന്ന് DC സൈഡിലോട്ട് വരികയാണെങ്കിൽ ആക്ച്വലി DCയിൽ അങ്ങനെ വലിയ അപ്ഡേറ്റ്സ് ഒന്നും ഇപ്പോൾ ഇല്ല. പിന്നെ നമ്മുടെ സ്നാക്ക് സ്നൈഡർ ആണെങ്കിൽ ഈ ഇടയ്ക്കാണെങ്കിൽ പുള്ളിക്ക് ഒരു മാർവൽ പടം ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രയുടെയും ഡാഡ് ഡെവിലിൻ്റെ ഒരു മൂവി ചെയ്യണമെന്നാണ് നമ്മുടെ സ്നാക്ക് സ്നൈഡർ ആഗ്രഹിക്കുന്നത്. നടന്നാൽ കൊള്ളാം, ബട്ട് എൻ്റെ ഒപ്പീനിയനിൽ ഇദ്ദേഹം Thor 5 ചെയ്താൽ സൂപ്പറായിരിക്കും എന്നാണ് തോന്നുന്നത്. അതുമാത്രമല്ല, നമ്മുടെ സ്നാക്ക് സ്നൈഡറിന് വന്ന് ഈ ഒരു ഡാർക്ക് നൈറ്റ് റിട്ടേൺസ് മൂവി ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വന്ന് ഈ ഒരു ഓൾഡ് ബാറ്റ്മാനെ ഫോക്കസ് ചെയ്താണ് സ്റ്റോറി പോണത്. സോ വെയിറ്റ് ചെയ്ത് നോക്കാം ഏതെങ്കിലും പടം ഡയറക്റ്റ് ചെയ്യുമോ ഇല്ലെന്നുള്ള കാര്യത്തിൽ. പിന്നെ വന്ന് നമ്മുടെ സൂയിസൈഡ് സ്ക്വാഡുമായി ബന്ധപ്പെട്ട് ആക്ച്വലി ഒരു ട്രെയിലർ വന്നിട്ട്, ഒരു ആനിമേ ട്രെയിലറാണത്. ഇസക്കി ആണ് ഇത് ചെയ്യുന്നത്. സോ ആ ഒരു ട്രെയിലറാണ് വന്നിട്ടുള്ളത്. സോ അപ്പം ട്രെയിലർ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് പറഞ്ഞേക്കാം. ഓക്കെ, ഇനി വന്ന് നമ്മൾ നേരെ ഹോളിവുഡ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ആഴ്ച ഒരുപാട് ട്രെയിലർ വന്നിട്ടുണ്ട്. അതിനെ പ്രത്യേകിച്ച് നമ്മുടെ ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മുടെ ഗോഡ്സിലേക്ക് ഒരു ഇവോൾവേഷൻ കൊടുത്തിട്ടുണ്ട്, പിങ്ക് കളറായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ആൾറെഡി ട്രെയിലർ ബ്രേക്ക് നമ്മുടെ ചാനലുണ്ട്, ടൈമുള്ള ചെക്ക് നോക്കുക, ട്രെയിലർ സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹൗസ് ഓഫ് ദി ഡ്രാഗൺസിൻ്റെ സീസൺ 2ൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ വേറെ ലെവൽ ക്വാളിറ്റിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇനിയാണ് ആ ഒരു ഈവൻറ്റ് തുടങ്ങാൻ പോകുന്നത്, ആ ഒരു ഡാൻസ് ഓഫ് ദി ഡ്രാഗൺസ് ഈവൻറ്റ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. സോ 2024 സമ്മറിലാണ് ഇത് വരുന്നത്. സോ ഞാൻ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ വന്ന് നമ്മുടെ ബോയ്സ് സീസൺ 4ൻ്റെ ഒരു ടീസർ വന്നിട്ടുണ്ട്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, ക്വാളിറ്റിയൊക്കെ കൊള്ളാം. നമ്മുടെ ഹോംലാൻഡിനാണ് അധികം ഇവർ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. സോ വേറെ ലെവലിൽ എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഫ്യൂരിയോസയുടെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ട്രെയിലർ സൂപ്പറാണ്, ഒരു ലക്ഷ്യമില്ല, സൂപ്പറായിട്ടുണ്ട്. സോ എനിക്ക് വന്ന് പ്രത്യേകിച്ച് ആ ഒരു മാഡ് മാക്സ് മൂവി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ടോം ഹാർഡിയുടെ പുള്ളിപ്പടമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രീക്വലാണ് ഇത്. സോ ഞാൻ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് ഒക്കെ ഇതിലുണ്ട്.
ഇനി ഒന്ന് ഗോഡ്സില -1 എന്നൊരു മൂവി റിലീസായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ റിലീസായിട്ടില്ലെന്ന് തോന്നുന്നത്, ജപ്പാനിലാണ് റിലീസായിട്ടുള്ളത്. ആക്ച്വലി ഒരു പടം വന്ന് വേറെ ലെവലായിട്ടുണ്ടെന്നാണ് കണ്ടവർ പറയുന്നത്. ജപ്പാനിൽ ഇതൊരു വലിയൊരു സക്സസ് ആണ് ഈ ഒരു മൂവി. അപ്പം പടത്തിൻ്റെ ട്രെയിലർ ആൾറെഡി ഉണ്ട്. ടൈമുള്ളവർ വേണമെങ്കിൽ ട്രെയിലർ ചെക്ക് ചെയ്ത് നോക്കാം. പടം വേറെ ലെവൽ ഹിറ്റാണ്. സോ പടം നമ്മുടെ ഇവിടെ റിലീസാകുമ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് മാർവൽ DC ഹോളിവുഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏത് അപ്ഡേറ്റ് കേട്ടപ്പോഴാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെന്ന് മറക്കാതെ കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിലേക്ക് ചാനൽ ആദ്യമായിട്ട് കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് ഗൈസ്.